പ്രത്യേക വിദ്യാഭ്യാസ കോഡുകളുള്ള, നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത തരം യൂണിഫോമുകളുള്ള പ്രൈവറ്റ് സ്ഥാപനങ്ങളുണ്ട്. അവിടെ മുസ്ലിങ്ങൾ പഠിക്കുന്നുണ്ട്, അവിടെ നിങ്ങളുടെ കുട്ടികൾ പഠിക്കുന്നുണ്ട്. അവിടെ അവർക്കാർക്കും ഇന്ന് വരെ ഹിജാബ് ഇടണമെന്നോ ഫുൾ കൈ ഇടണമെന്നോ കാലിനിറക്കം കൂടിയ വേഷം ഇടണമെന്നോ അവരാരും ഇതുവരെ ആവശ്യപ്പെട്ടിട്ടില്ല. പക്ഷേ കന്യാസ്ത്രീമാർ നടത്തുന്ന സ്കൂളുകളെ തെരഞ്ഞുപിടിച്ച് ഇത്തരമൊരു ആവശ്യം ഉന്നയിക്കുന്നതിന്റെ പുറകിൽ കൃത്യമായ ദുരുദ്ദേശമുണ്ട്, ഗൂഢലക്ഷ്യങ്ങളുണ്ട് എന്ന് സംശയിക്കാതിരിക്കാനാവില്ല. കാരണം ഇതാദ്യമായി ഉണ്ടായതല്ല. ഈ സമൂഹത്തിന്റെ വിശാല താല്പര്യം എന്നുള്ളൊരു കാര്യം പരിഗണിക്കുമ്പോൾ നോക്കൂ, ഈ ക്രൈസ്തവ സഭകൾക്ക് കേരളത്തിന്റെ വിദ്യാഭ്യാസ പുരോഗതിയിൽ വലിയ പങ്കുണ്ട്. എനിക്ക് തോന്നുന്നു നമ്മളെല്ലാവരും ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ക്രൈസ്തവ മാനേജ്മെന്റുകളുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിച്ചിട്ടുണ്ടാവും. ഞാൻ പഠിച്ചിട്ടുണ്ട്. ഞാൻ എൻ്റെ LP സ്കൂൾ സെന്റ് സെബാസ്റ്റ്യൻസ് LP സ്കൂളിൽ ഞാൻ ഈ LP സ്കൂളിൽ പോകുന്ന സമയത്ത് പള്ളിയിൽ പോവായിരുന്നു. പള്ളിയിൽ പോകണമെന്നോ പോകണ്ടെന്നോ ആരും പറഞ്ഞിട്ടില്ല, വിലക്കുമില്ല. അതല്ലെങ്കിൽ ആരെങ്കിലും നിർബന്ധമായി പള്ളിയിൽ വരണമെന്നില്ല. ആ കാലത്തൊക്കെ ഈ ശബരിമല സീസണിൽ മാലയിടുന്ന കുട്ടികളുണ്ടല്ലോ, അവർ യൂണിഫോമിന് പകരം കറുത്ത ഡ്രസ്സ് ഇട്ടിട്ട് വരാറുണ്ട്. ആരും നിങ്ങളെന്താ യൂണിഫോം ഇട്ടിട്ട് വരാത്ത, നീലയും വെള്ളയാണ് യൂണിഫോം, നീലയും വെള്ള ഇട്ടിട്ട് വരാത്തതെന്ന് ആരും ചോദിക്കാറില്ല. ഇതൊക്കെ നമ്മുടെ ഒരു സാമൂഹിക സൗഹാർദ്ദത്തിന്റെയും സാഹോദര്യത്തിന്റെയും ഭാഗമായിട്ട് ഉൾക്കൊള്ളലാണ് പതിവ്. ഇവിടെ ഇപ്പോൾ ഈ പുതിയ കാലത്ത് ഇങ്ങനെ വസ്ത്രങ്ങളുടെ പേരിലൊക്കെ കടുംപിടുത്തം പിടിക്കുന്നത് കൊണ്ട് എന്ത് ഫലമാണ് സമൂഹത്തിൽ ഉണ്ടാവുക എന്ന് കൂടി മാനേജ്മെന്റ് ചിന്തിക്കണ്ടേ? അത് കേവലം ഒരു സ്കൂളിന്റെ മാത്രം വിഷയമാണോ? അഭിലാഷ്, എന്നോടാണോ ചോദ്യം? അതെ, ഹലോ, അതെ, അങ്ങോട്ടാണ്. ഷൈജു, താങ്കളോടാണ്. ഒന്നാമത്തെ കാര്യം ശരി, ഒന്നാമത്തെ കാര്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ക്രിസ്ത്യൻ മാനേജ്മെന്റുകൾ നടത്തുന്ന സ്കൂളുകളിൽ ഇപ്പോഴും അറബി പഠിപ്പിക്കുന്ന സ്കൂളുകളുണ്ട്. ഇപ്പോഴും മുസ്ലിം സമുദായത്തിൽ നിന്നുള്ള അധ്യാപകരുണ്ട്. തട്ടമിട്ട് വരുന്ന, ഹിജാബിട്ട് വരുന്ന അധ്യാപകരുള്ള സ്കൂളുകളുണ്ട്, ഇപ്പോഴുമുണ്ട്. മതനിരപേക്ഷതയ്ക്കെതിരായിട്ടുള്ള സ്ഥാപനങ്ങളാണ് ക്രിസ്ത്യൻ മാനേജ്മെന്റിന്റെ സ്ഥാപനങ്ങളെന്ന ധാരണയിൽ അത് പറയരുത്. ഇപ്പോഴും അത്തരം സ്ഥാപനങ്ങളുണ്ട്. അത്തരം സ്ഥാപനങ്ങളിൽ അവർക്ക് അത്തരം വേഷങ്ങൾ ധരിക്കാനുള്ള അനുവാദമുണ്ട്. ആ അനുവാദങ്ങളെല്ലാം അവർക്ക് പാലിച്ചു കൊടുക്കുന്നുണ്ട്. അത്തരം സ്ഥാപനങ്ങളിൽ ഇവർ പലപ്പോഴും ഇവരുടെ പ്രാർത്ഥനാ സമയത്ത് പ്രാർത്ഥന വരെ അനുവദിക്കുന്ന സ്ഥാപനങ്ങൾ ക്രിസ്ത്യൻ മാനേജ്മെന്റിനുണ്ട്, ഇന്നുമുണ്ട്. പക്ഷേ CBSE സ്കൂളുകളും ചില പ്രത്യേക സ്കൂളുകളും ചില പ്രത്യേക നിബന്ധനകൾ പ്രകാരം നടത്തിക്കൊണ്ടിരിക്കുന്ന അതേ സ്കൂളുകളിൽ തന്നെ പോയി ഞങ്ങൾക്കിത് നടത്തണം എന്ന് പറയുമ്പോൾ ആ സ്കൂളിൻ്റെ ആ മാനേജ്മെന്റ് ഉണ്ടാക്കിയ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഇവർ പാലിക്കാൻ തയ്യാറാവുകയല്ലേ വേണ്ടത്. ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ അലി അക്ബർ പറഞ്ഞതുപോലെ സ്കൂൾ മാനേജ്മെന്റ് അല്ല ഇത് തീരുമാനിക്കേണ്ടത്. ഞാൻ പറഞ്ഞത് അതിനകത്ത് ഈ ഒരു സംഘടന ബോധപൂർവം ഇത്തരമൊരു ചർച്ച പൊതുസമൂഹത്തിൽ കൊണ്ടുവരണമെന്ന് ആഗ്രഹിച്ച് ചെയ്ത ഒരു പ്രവൃത്തിയാണിത്. നമുക്ക് എല്ലാവർക്കും അറിയാം. അത് SDPI ആണ്. ഷോൺ ജോർജ് പറഞ്ഞ പോലെ ആ പേരൊന്നും പറയാൻ നമുക്ക് പടിയൊന്നുമില്ല. ഷോൺ ജോർജിന്റെ പിതാവാണ് അവിടെ പോയി അല്ലാഹു അക്ബർ വിളിച്ചത്. അതൊന്നും പറയാൻ നമുക്ക് പടിയൊന്നുമില്ല. പക്ഷേ ആ സംഘടന ബോധപൂർവം ഇവിടെ ഒരു പ്രശ്നമുണ്ടാക്കണം, ഒരു വിഭാഗീയത ഉണ്ടാക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി ഒരാളെ പോയി കാണുകയും അതിനുശേഷം അവിടുത്തെ മറ്റു കുട്ടികൾ, ഇന്ന് കോടതിയിൽ കൊടുത്തിരിക്കുന്ന ഇതെന്താണെന്നറിയോ, മറ്റു കുട്ടികൾ പറഞ്ഞത് ഞങ്ങൾക്ക് കമ്മ്യൂണിറ്റിയിൽ നിന്ന് പ്രഷറുണ്ട് എന്ന് സിസ്റ്ററിൻ്റെ അടുത്ത് എന്ന് പറയാണ്. എന്ന് പറഞ്ഞാൽ ഒരു കുട്ടി ഈ ആവശ്യം ഉന്നയിച്ചപ്പോൾ ആ സംഘടനയിൽപ്പെട്ട ആളുകൾ മറ്റു കുട്ടികളുടെ അടുക്കൽ പോയി നിങ്ങളും കൂടി ഈ ആവശ്യം ഉന്നയിക്കൂ എന്ന് പറഞ്ഞ് ആ സ്കൂളിനെ ബോധപൂർവം കരുവാക്കുകയും ആ സ്കൂളിലെ പ്രിൻസിപ്പലിനെയും ആ സ്കൂളിലെ മാനേജ്മെന്റിനെയും മതനിരപേക്ഷരല്ല എന്ന രീതിയിൽ ചിത്രീകരിക്കുകയും ചെയ്യേണ്ട ആവശ്യമില്ല. ഈ കേരളത്തിൽ എത്ര ക്രൈസ്തവ സ്ഥാപനങ്ങളുണ്ട്? ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ എൻ്റെ കൂടെ വരൂ, ഞാൻ കാണിച്ചു തരാം. ആ ക്രൈസ്തവ സ്ഥാപനങ്ങളിൽ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകൾ ജോലി ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം. അറബി പഠിപ്പിക്കുന്ന സ്കൂളുകൾ ഞാൻ കാണിച്ചു തരാം. അവിടെ ഒന്നും ഞങ്ങൾക്ക് ആർക്കും ഇതുവരെ ഒരു പ്രതിസന്ധിയുമില്ലെന്ന്. പക്ഷേ ചില സ്ഥാപനങ്ങൾ ചില പ്രത്യേക രീതിയിൽ നടത്തണമെന്ന് ആഗ്രഹിച്ച് അവരുടെ മാനേജ്മെന്റ് തീരുമാനത്തിന്റെ പ്രകാരം വർഷങ്ങളായി കാലങ്ങളായി നടന്നു വരുന്ന സ്ഥാപനങ്ങളെ തെരഞ്ഞുപിടിച്ച് അവിടെ പോയി പ്രശ്നമുണ്ടാക്കുന്നു. ഞാൻ നിങ്ങളോട് പറയാം, ഇവിടെ പ്രമുഖമായ പ്രൈവറ്റ് സ്ഥാപനങ്ങളുണ്ട്. ക്രിസ്ത്യൻ സ്ഥാപനമല്ല, പ്രൈവറ്റ് സ്ഥാപനങ്ങളുണ്ട്. പ്രത്യേക വിദ്യാഭ്യാസ കോഡുകളുള്ള, നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത തരം യൂണിഫോമുകളുള്ള പ്രൈവറ്റ് സ്ഥാപനങ്ങളുണ്ട്. അവിടെ മുസ്ലിങ്ങൾ പഠിക്കുന്നുണ്ട്,
അവിടെ നിങ്ങളുടെ കുട്ടികൾ പഠിക്കുന്നുണ്ട്. അവിടെ അവർക്കാർക്കും ഇന്ന് വരെ ഹിജാബ് ഇടണമെന്നോ ഫുൾ കൈ ഇടണമെന്നോ കാലിനിറക്കം കൂടിയ വേഷം ഇടണമെന്നോ അവരാരും ഇതുവരെ ആവശ്യപ്പെട്ടിട്ടില്ല. പക്ഷേ കന്യാസ്ത്രീമാർ നടത്തുന്ന സ്കൂളുകളെ തെരഞ്ഞുപിടിച്ച് ഇത്തരമൊരു ആവശ്യം ഉന്നയിക്കുന്നതിന്റെ പുറകിൽ കൃത്യമായ ദുരുദ്ദേശമുണ്ട്, ഗൂഢലക്ഷ്യങ്ങളുണ്ട് എന്ന് സംശയിക്കാതിരിക്കാനാവില്ല. കാരണം ഇതാദ്യമായി ഉണ്ടായതല്ല. ഞങ്ങൾക്കറിയാം, ഇത് കുറച്ച് നാളുകൾക്ക് മുമ്പുണ്ടായത് ഒരു വിഷയം പുറത്തു വന്നു, ഇപ്പൊ ഈ വിഷയം പുറത്തു വന്നു. എന്നാൽ ഇതിന്റെ ഇടയിൽ, ഈ ഇടവേളയിൽ അനവധി സ്കൂളുകൾക്ക് ഇതേ പ്രശ്നം ഉണ്ടാകേണ്ടി വന്നിട്ടുണ്ട്. അത് നിങ്ങൾ ആലോചിക്കേണ്ടത് മതനിരപേക്ഷമായി നടത്തിക്കൊണ്ടിരിക്കുന്ന മറ്റു സ്കൂളുകളെ പറ്റിയല്ല. പക്ഷേ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ പ്രത്യേക തരത്തിൽ കോച്ചിങ് കൊടുക്കുന്ന നല്ല സ്കൂളുകളെ കുറിച്ച് വളരെ ബോധപൂർവം, സെന്റ് റീത്താസ് സ്കൂളിനെ കുറിച്ച് വളരെ നല്ല അഭിപ്രായമുണ്ട്. നല്ല സ്കൂളുകളെ കുറിച്ച് ബോധപൂർവം ചില ആക്ഷേപങ്ങൾ ഉന്നയിക്കാൻ ചില ഭാഗത്ത് നിന്ന് ശ്രമിക്കുന്നു എന്ന പരാതി ഞങ്ങൾക്കുണ്ട്. ശരി, ഓക്കെ. എന്തായാലും പശ്ചിമ കൊച്ചി മേഖലയിലെ നിലപാട് സ്വീകരിക്കുന്നത് മികച്ച നിലയിലെ അക്കാദമിക് അന്തരീക്ഷമുള്ള ഒരു CBSE സ്കൂളാണ് സെന്റ് റീത്ത സ്കൂൾ. അത് ഒരുപാട് എല്ലാ മത വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്കും പഠിക്കാൻ കഴിയുന്ന നല്ല മെച്ചപ്പെട്ട അക്കാദമിക് അന്തരീക്ഷമുള്ള ഒരു സ്കൂളാണ്.